അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം ഞാൻ ഇത് കണ്ടില്ല, ഇത് ഡേറ്റ്സ്, നമ്മുടെ പച്ച ഡേറ്റ്സ് ഇട്ടോ, നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നിൽക്കാൻ സമയമില്ല. ബീഫ് കൊട്ട മിക്സ് വെൽ. ഇത് കണ്ട നമ്മുടെ ബീഫ് കണ്ട നല്ല ഫ്രൈ ആവും. പിന്നെ കോളിഫ്ലവർ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ എന്നിട്ട് വൈകുന്നേരം പോര്. ഇത് ട്വിങ്സ് പഴംപൊരി പാത്രത്തില് അവിടെ നിന്ന് കൊണ്ടുവന്ന പേരക്ക, ഇതൊക്കെ പുളി വരുന്ന. പക്ഷെ കഴിക്കണ വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഇത് നമ്മുടെ കൊറോണ പഴം എന്നാണ് ഇപ്പൊ ചിലവർ ഇതിനെ പറയണത്. ഇപ്പൊ ഇതേ അമ്മ ചോറ്, സാമ്പാറ്, മുട്ട വറുത്തത് എന്താ ചെയ്യുന്നത് മാക്സിമം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ട്. 1 കിലോയാണ് മേടിച്ചേക്കുന്നത്. ഞാനത് 1/2 കിലോ ഇന്നും വെക്കും, 1/2 കിലോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വെക്കും. നല്ല പീസ് എന്ന് പറഞ്ഞാൽ നല്ല ബീഫാണ്. കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല നെയ്യും ഒക്കെ കൂടി. എനിക്ക് നെയ് പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പൊ നമുക്ക് 1/2 എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കഴുകണില്ല, ആ സമയത്ത് ഞാൻ ഈ കഴുകുള്ളൂ കേട്ടോ. നമുക്ക് പകുതി എടുത്ത്. അപ്പൊ നമുക്ക് ഇത് വേണം. ഇത് നമുക്ക് ചിലപ്പോ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കണത്. നാളെ വേണമെങ്കിൽ നമുക്കൊരു റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. സെറ്റ് അല്ലേ? ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണം. അപ്പൊ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. വെച്ചിട്ട് ട്യൂഷന് പോയി കേട്ടാ. പണിയെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ട് എണീറ്റത്. 9 മണിയെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോ. 8:45. അപ്പം ഞാൻ അടിക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്. ചോറ് അടുപ്പില് കുക്കറിൽ ഞാൻ ഇട്ടേക്കണേ. അപ്പൊ അതാകണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി. അപ്പൊ അതെ ബീഫ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് വലിയ മസാലകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആൻഡ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ തോരൻ. ഭയങ്കര ഇഷ്ടമാണ് ലച്ചുവിന്. അപ്പൊ ഞാൻ ഇന്ന് നിന്റെ കാര്യം മറന്നുപോയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ ഞാനിപ്പോ ബീഫിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ പൊടികള് എല്ലാം ചേർക്കാം. മിക്സ് ചെയ്ത് കുഴച്ച് വെക്കാൻ പോണേന്ന് കേട്ടാ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് അതങ്ങനെ വെക്കും. താങ്ക് യു. അപ്പൊ ഇതിലേക്ക് ഇതിടാൻ പോവാ. എന്ത് വേപ്പില ഇതുണ്ടായിരുന്നു. ബീറ്റ്റൂട്ട് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കണില്ല. കുറച്ച് ഇഞ്ചിയുടെ കുഞ്ഞു കഷ്ണം. നമ്മളെ ബീഫ് മേടിക്കുമ്പോഴേ ഈ എല്ലും കുറച്ച് നെയ്യും ഒക്കെ ഉള്ള പീസ് മേടിക്കുമ്പോ ഉണ്ടല്ലോ നല്ല ഫ്ലേവർ ആയിരിക്കും. എല്ലൊക്കെ വരണം, എന്നാലാണ് അത് വെന്ത് കഴിയുമ്പോ അതിൻ്റെ ഉള്ളിലത്തെ ഭയങ്കര ടേസ്റ്റ്. അല്ലാത്ത ബീഫ് മേടിക്കുമ്പോ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ബീഫാണ് മേടിക്കാറ്. ചില സമയത്ത് ചെയ്തിടം കൊണ്ടുതന്നെയിൽ ഉണ്ടാവില്ല കേട്ടോ. അവര് തരണേന്റെയൊക്കെ ആയിരിക്കും. അപ്പഴേ ഇടിച്ച് അയ്യോ നമുക്ക് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിടാം. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ. ഇതിൽ പ്രത്യേകമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വേവിച്ചാൽ അത്യാവശ്യം സോഫ്റ്റ് ആക്കും കേട്ടാ. എന്നാലും എല്ലാവർക്കും ഇഷ്ടം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കൊതുകിരിപ്പുണ്ട് ഇവിടെ എങ്ങാനും. മതി, മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതെല്ലാം മാറ്റി നീറ്റാക്കാം.
കോളിഫ്ലവർ ചെറുതായിട്ട് അതിന്റെ ഒരു ഫ്രഷ്നെസ് കുറഞ്ഞിട്ടുണ്ട് 2 ദിവസമായി മേടിച്ചിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ഈ കോളിഫ്ലവർ ഇട്ട് ചൂടുവെള്ളത്തിൽ ഇടുമ്പോ ഇങ്ങനെ എന്താ പറയാ പുഴുവിനെ കിട്ടാറുണ്ട് കേട്ടോ. എപ്പോഴും കിട്ടാറുണ്ട് പുഴുവിന്. പിന്നെ വേറൊരു ഞങ്ങൾ നാസിയാമി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു സുഷി ട്രൈ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ നമ്മള് സുഷി നമ്മൾ അതേതല്ല പുഴുതേ ഓൾറെഡി ചത്ത് കിടക്കുന്നുണ്ടാ. അതാണ് ഇത് എപ്പോഴും ചൂടുവെള്ളത്തിലും മഞ്ഞപ്പൊടിയിലും ഇട്ട് വെക്കാൻ നമ്മൾ എടുക്കരുത്. അപ്പൊ നമ്മുടെ വിഷയം വിട്ടു. നാസിയാമിയിൽ പോയപ്പം അവിടെ അങ്ങനെ ഞങ്ങക്ക് സുഷി കഴിക്കാൻ പോയി. ഞങ്ങളും സിസ്റ്ററും സേതുവാനും അമ്മയും എല്ലാരും കൂടി പോയി. അപ്പൊ നമുക്ക് ബ്രൊക്കോളി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ബ്രൊക്കോളി തന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൽ നിന്ന് ഒരു പുഴുവിനെ കിട്ടി. എന്നിട്ട് ഞാനിത് പുഴുവാണോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു. പിന്നെ ഇവരെയൊക്കെ കാണിച്ചപ്പോ പുഴുവാണ്. പിന്നെ അവരോട് പറഞ്ഞിട്ടാ നമ്മൾ പറഞ്ഞപ്പോ പിന്നെ അവര് സോറിയൊക്കെ പറഞ്ഞ് പിന്നെ എക്സ്ട്രാ നമുക്ക് എന്തൊക്കെയോ ഡെസേർട്ട് പോലത്തെ എന്തോ ഒരു ഐറ്റം ഫ്രീ ആയിട്ടൊക്കെ തന്നു. അപ്പൊ അതേ പിന്നെ ലച്ചുവിനും ഈ ബ്രൊക്കോളി കഴിക്കാനായിട്ട് ചെറിയ പേടിയാ. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇത് കുറച്ചു നേരം മുക്കി അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഞാൻ പുഴുവിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടെ. ഇപ്പൊ ഒരെണ്ണത്തിന് ഞാൻ കാണിച്ചില്ലേ, മുക്കി വെക്കാതെ തന്നെ പുഴുവിനെ കിട്ടി. ഇതെന്തോ ഞാൻ മറന്നു പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എടുത്താനായിരുന്നു ആക്ച്വലി. അപ്പൊ എനിക്കിങ്ങനെ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞുണ്ടാക്കണതാണ് ഇഷ്ടം. ലച്ചുവിന് അതായിരിക്കും ഇഷ്ടം. ഞാൻ ലച്ചുവിന് സ്കൂളിൽ ചോറ് ഇതും കൂടി കൊടുത്തുവിടാന്നൊക്കെ ആയിരുന്നു, പക്ഷെ മറന്നുപോയി. ഇതിലേക്ക് മുക്കി തന്നെ വെക്കാം. ഫുള്ള് ഇത് മുങ്ങണ വരെ വെള്ളത്തിലാക്കി വെക്കാട്ടാ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെച്ചാ സെറ്റ്. നമുക്ക് ഇനി ഇവിടെ ക്ലിയർ ചെയ്യാം, മാറ്റി വെക്കാം. കോളിഫ്ലവർ മിക്ക ആൾക്കാർക്കും അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. പിന്നെ ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അയ്യോ ദേ ഒരെണ്ണം കിടക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അന്ന് ഞാൻ ചില്ലി ഗോപി ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഒരു വീഡിയോ എടുപ്പുണ്ട് കേട്ടോ നമ്മുടെ നിസാരം പേര്. അതില് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വലിയ കാര്യമായിട്ട് കഴിക്കണുണ്ടായി. ഇനി അടുത്തത് നമുക്ക് ചോറ് ചെയ്തിട്ട് നമ്മുടെ സുരേഖ അങ്ങനത്തെ റൈസ് ഒന്നും കഴിക്കില്ല. സേതുവൻ കഴിക്കണത് ആലിബാബ റൈസ് ആണ് കേട്ടോ കഴിക്കുക. അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടാക്കും സേതുവിന് വേണ്ടി എപ്പോഴും. ഒന്ന് കുതിർത്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ആയിക്കോളൂ ഉറുമ്പ്. അപ്പൊ ഉച്ചയ്ക്ക് അത് ഒരു നേരം ചോറ് കഴിക്കുള്ളൂ. അപ്പൊ അതാണ് കഴിക്കുള്ളൂ കേട്ടോ ആലിബാബ റൈസ്. അതായത് ഞാൻ സേതുവിനെ കണ്ടുമുട്ടിയ ആ സമയം തൊട്ടേ സേതുവിന് ഇതാണ് കഴിക്കണത്. വർഷങ്ങളായി എന്നാ പറയണത്. അതായത് സേതുവിനോട് ഞാൻ ചോദിച്ചപ്പോ പറയണത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ടെങ്ങാണ്ടും ഈ അരിയാണ് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ നമുക്കിനി അത് മാറ്റാനൊന്നും പറ്റൂലല്ലോ. പിന്നെ നല്ലതാണ്, അധികം സ്റ്റാർച്ച് ഒന്നും ഇല്ലാത്ത റൈസ് അല്ലേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. പിന്നെ പെട്ടെന്ന് ഒരുപാട് താമസമൊന്നും വേണ്ട, ക്യുക്കായിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ റൈസ് ആക്കാം. ആദ്യമൊന്നും എനിക്ക് അറിയണ്ടായില്ല കേട്ടോ, എനിക്ക് ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ പഠിച്ച് ഞാൻ കറക്റ്റ് കുക്ക് ചെയ്തെടുക്കും. അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യണോണ്ട് എനിക്ക് ലച്ചുവിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ റൈസ്, പുലാവ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുലാവ് ഉണ്ടാക്കും. അത് നമ്മൾ ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ പെട്ടെന്ന് ബീൻസ്, ക്യാരറ്റ് അതൊക്കെ വേവിച്ചെടുത്തിട്ട് പെട്ടെന്ന് ലച്ചുവിനാക്കി കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കിനി ചോറും കൂടി ആവട്ടെ. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് കാണാം. നോക്കട്ടെ, ചോറ് കുക്കറിലാണ് വെക്കുക. അപ്പൊ അതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തുറന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ പോയിട്ട് കുറച്ച് പണി. വെയിൽ വന്നാൽ നമ്മുടെ പ്രധാന ജോലി എന്താ? തുണികളെല്ലാം ഉണക്കുക, മടക്കി വെക്കുക, വീണ്ടും അലക്കുക, അങ്ങനെ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടാ. എനിക്ക് ആക്ച്വലി ഇതിന്റെ മണം എന്നിട്ട് ഇഷ്ടമല്ലാത്തത് ഈ കോളിഫ്ലവറിന്റെ എന്തോ ഒരു ഇഷ്ടമല്ലാത്ത പോലെ തോന്നുന്നു. ഇതിലിപ്പോ പുഴു ഉണ്ടാന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടാ. ഇതേ ഒരു കുഞ്ഞു പുഴുവിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്യാമറയിൽ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. സൂം ആവണില്ല. ഇത് കണ്ട ഒരു പച്ച കിടക്കണ കണ്ട? അയ്യോ കണ്ട? ഒന്നും കൂടെ അതെ ഇത് കണ്ട? ഇങ്ങനത്തെ ഇത് കുഞ്ഞു പുഴുവാണ് കേട്ടാ. അപ്പൊ നമ്മൾ നോക്കണം. അപ്പൊ കോളിഫ്ലവർ മേടിക്കുമ്പോ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടാ. പിന്നില്ല. ഓക്കെ, ഓൾ ക്ലിയർ.
അപ്പൊ നമുക്കിനി ചെയ്തേണ്ട ചോറായാ നോക്കട്ടെ കേട്ടാ. ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അധികം താമസം വേണ്ട. റെഡി റെഡി എന്നും പറഞ്ഞ പോലെ ആകും. ഒരിച്ചിരി ചോറാണ്ടാ ചെയ്തറ കഴിക്കുള്ളൂ. ഞാൻ അണ്ണൻ പോയിക്കോ ബൈ. ഞാൻ വരുന്നില്ല, ഞാൻ തിരക്കില്ല. സേതേട്ടൻ പോവാന്ന്. സേതേട്ടൻ ഇന്ന് കുറച്ച് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. വെള്ളം കുടിച്ചാ? അമ്മയ്ക്ക് എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നടിയേ, അതിന് പിന്നെ നോക്കാം. എന്തിലാ മറ്റേ ചെയ്യണത് എന്ന്? ഇത് നോട്ട്ബുക്കിലാണോ വൈറ്റ് പേപ്പറിലാണോ? ബയോളജിയുടെ. പിന്നെ ബീഫിന്ന് തന്നെ ആ നെയ്യൊക്കെ ബീഫല്ലേ, അപ്പൊ അതിൽ നിന്ന് തന്നെ അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് താമസം പിടിക്കുകയും ചെയ്യും. നമുക്കിത് ഇടുന്നാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കോളിഫ്ലവറിന്റെ കാര്യം നോക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ലച്ചുന് വലിയ കടുക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം. കടുക് പൊട്ടട്ടെ കേട്ടാ. കുറച്ച് എണ്ണ അധികം ചൂടാവണോ തന്നെ ഞാൻ പോയി കടുകിട്ട് ധൃതി. അതുകൊണ്ട് ഇതിലാണ്ട് വേറെ പൊടികളൊന്നും യൂസ് ചെയ്യണില്ല. ആകെ നമ്മള് ഇത് മാത്രം, മഞ്ഞപ്പൊടി ആൻഡ് പെപ്പർ പൗഡർ, അത് മാത്രമായിട്ട് ഇടുന്നുള്ളൂ. ഇനി നമുക്ക് മറന്നുപോയില്ല, പെപ്പർ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. ഗരം മസാലയാണ്, അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഗരം മസാലയാണ് ആക്ച്വലി ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ തീർന്നിരിക്കണേ. അപ്പൊ ഞാൻ കുറച്ച് വെറുതെ ഒരു മണത്തിന് വേണ്ടി മാത്രം ഇത്ര 2-3 പിഞ്ച് അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. മിക്സ് വെൽ. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം, കോളിഫ്ലവർ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, ഇഷ്ടാവും. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇപ്പൊ ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ. നമ്മളിതൊന്ന് പിടിച്ച് ഇനി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റട്ടെ കേട്ടാ. ഉപ്പ് കുറവുള്ള ഉപ്പുണ്ട്. ഇനി ചിലപ്പിട്ടാലേ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫാണ്. ബീഫ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരു പാൻ വെക്കട്ടെ കേട്ടാ. ഇതാ നമ്മുടെ ബീഫ് ഇങ്ങനെ ആയിട്ടുണ്ട്, അടിപൊളി. നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ കാസ്റ്റ് അയണിലൊക്കെ വെക്കാന്ന് ഓർത്ത്, പക്ഷെ എനിക്ക് മടിയാവണം. ഒരു കുഞ്ഞു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. വേഗം എനിക്ക് പണി നോക്കണം. ഇത്രയും നേരം എനിക്കിന്ന് എവിടെയും പോവണ്ട ഒന്നും പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു കോള് വന്ന് എനിക്ക് പോണം. ഞാൻ പോണ വഴിക്ക് പറയാം എവിടെ പോണത് എന്നുള്ളത് കേട്ടാ. ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്കും കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നേരത്തെ കുറച്ചേ ഇട്ടിട്ടുണ്ടായുള്ളത്. കാശ്മീരി മുളകല്ലേ നമ്മൾ ഇട്ടത്, അപ്പൊ നമുക്ക് പെപ്പർ പൗഡർ ഇടാം. വേഗം ഷടപടേന്ന് കാര്യങ്ങൾ നീക്കണം. നമുക്കിനി നിൽക്കാൻ സമയമില്ല. ബീഫ് കൊട്ട മിക്സ് വെൽ. ഗരം മസാലയൊക്കെ തീർന്നോണ്ട് ഞാൻ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഞാൻ വിസിലടിച്ചിട്ട് വീണ്ടും തുറന്നു നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ആവാനുണ്ട്. 2 വിസിലും കൂടി അടിച്ചിട്ടാ.
നന്നായിട്ട് ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അതിന് തന്നെ ഞാനൊരു പീസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരു കുഞ്ഞു പീസ് എടുക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാലോ. നല്ല ചൂടാണ്. അടിപൊളിയാ, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ബീഫിൽ കുറച്ച് എപ്പോഴും ഒരു ഇത്തിരി വിനാഗിരി ഒഴിക്കും, ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിക്കും കേട്ടാ. ആ പുളിരസം വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാരങ്ങയില്ല, അപ്പൊ ഞാൻ ഇതിട്ട് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. നമുക്കൊരു ഫ്രൈ പോലെ ആക്കിയെടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫിന്റെ കൂടെ ബീഫ് ഫ്രൈയും രസവും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രസം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു രസവും പഠിച്ചിട്ടു. അതും ഗംഭീര രസമാണ്, തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതിരുന്നാവട്ടെ. ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് ഇനി നമുക്ക് അന്നിട്ട് കാണാട്ടാ. ഞാനിന്ന് വേറെ റെഡിയാകുകയും വേണം. ഇത് കണ്ട നമ്മുടെ ബീഫ് കണ്ട നല്ല ഫ്രൈ ആവും. പിന്നെ കോളിഫ്ലവർ അത് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ. അപ്പതേ സേതന്റെ റൈസ് ഇതാണ് കേട്ടോ. അതെ, കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സേതണ്ണം വന്ന് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോണം. അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വെച്ചു. കാരണം സമയമില്ല. ഇത് പ്ലാൻ ചെയ്യാതെ ഒരു പോക്കായിരുന്നു കേട്ടാ. ഞാൻ വിശക്കണമില്ല, ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. അപ്പതേ നമ്മുടെ ഇത് അയ്യോ ബീഫ് നല്ല ബീഫ് ഫ്രൈ പോലെ ഉണ്ടാക്കി എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തെടുത്ത്. ഇനി കോളിഫ്ലവർ ആ കോളിഫ്ലവർ നമ്മൾ ആ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് സെറ്റായി. ലേശം ഉപ്പ് ഇവിടെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഗംഭീരം. ഇപ്പൊ കോളിഫ്ലവർ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ലച്ചു രണ്ടാമതും വന്ന് മേടിച്ചോണ്ട് പോയി. സൂപ്പർ ബീഫ് ഫ്രൈ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞില്ല അടിപൊളി ബീഫാണ്. സൂപ്പർ. ഞങ്ങൾ കഴിക്കട്ടെ. ഞാൻ പോണ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിടിച്ചേടാ ഇതൊന്നും. അപ്പൊ ഞങ്ങൾ വേഗം കഴിഞ്ഞിട്ട് ഞങ്ങള് റിനയിൽ പോവാണ് കേട്ടാ. സിസ്റ്റർ വരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അവളുടെ കൊച്ചിന്റെ ചെക്കപ്പാണെന്ന്. അപ്പൊ ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ അങ്ങോട്ടാണ് പോണത്. പിന്നെ ഉണ്ടായിട്ടുള്ള എത്ര ദിവസമായി നിൽക്കുന്ന ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 5 ദിവസം. അപ്പൊ ഇന്നെന്താ ചെക്കപ്പ് ഉണ്ട് കേട്ടാ. നമ്മൾ ആ സൈഡന്നെ ആക്കി തരും. അതിന് ഞങ്ങൾ അവരെ കുട്ടക്ക് പോകും. സൈഡ് എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിലേക്ക്. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. വാവേനൊക്കെ എടുക്കുന്ന വളക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ ചെല്ലട്ടേട്ട് അങ്ങോട്ട്. ഞങ്ങള് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ കൂടെ വരിക. അപ്പൊ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ആക്കി തരും. അയ്യോ കണ്ടോ, ഞങ്ങളിവിടെ ഇറങ്ങട്ടെ. എന്നിട്ട് വൈകുന്നേരം പോര്. ഞാനും ലച്ചും കൂടി നടന്ന് പോണേ. അവര് വന്നേക്കാളും മുന്നേ നമുക്ക് അവിടെ എത്തണം. ഇത് നമ്മുടെ റിനയുടെ വണ്ടിയാണ് കേട്ടോ. നമുക്ക് ആൾക്കാരെയൊക്കെ പിക്കപ്പ് ഒക്കെ ചെയ്യാനൊക്കെ. നമുക്ക് എന്തിനാ കയറുന്നത്? നമുക്ക് ഈ വഴി കൂടെ കയറാം. വെച്ച് മാസ്ക് ഒക്കെ വെച്ച് സെറ്റായി. എന്താന്ന് വെച്ചാ നിറച്ചും അസുഖങ്ങളും പനിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനും ചിലപ്പോ ഒരു മാസ്ക് വെക്കും. കാരണം പറയാൻ പറ്റില്ലല്ലോ. നമ്മളിനി കുറച്ചു നേരം ഇവിടെ നിൽക്കണം കുഞ്ഞിനെ എടുക്കാനായിട്ട്. ഇനി ഞാനിനി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാട്ടോ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് 7:30 ലേറ്റ് ആയി വന്നപ്പോ കുഞ്ഞിനൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി. ചെറിയൊരു മഞ്ഞപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തി. പക്ഷെ ടെസ്റ്റ് വന്നാൽ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്മ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അമ്മ നല്ല സുടാ പഴംപൊരി. ആർക്ക്? അത് ഇട്ട് കൊടുക്ക. ഇത് ട്വിൻസ് പഴംപൊരി പാത്രത്തില്. ചീനുവിന് പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ കുഞ്ഞിന്?
ഇത് അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കണോ? പിന്നെ മാങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാടെ അവിടെ? അപ്പൊ ഞാനും പഴംപൊരി കഴിക്കട്ടെ, നല്ല മുരിഞ്ഞ പഴംപൊരി. ഇത് ഞങ്ങള് വെറുതെ ചായ കുടിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. വേറെ വരൂപ്പ കാണുന്നുണ്ടാടാ, ഇത് അച്ഛനെടുത്താ. ഇത് കണ്ടില്ല, ഇത് ഡേറ്റ്സ്, നമ്മുടെ പച്ച ഡേറ്റ്സ് ഇട്ട നല്ല നല്ല മധുര. ഇതിന്റെ ചുമപ്പ് കളറിലുണ്ട്, നല്ല മധുരമുണ്ട്. പക്ഷെ വായിൽ ഇങ്ങനെ ഒരു ഇത് വരും, ചതപ്പ്. അച്ഛനാണ് ചോദിച്ചത്. അച്ഛൻ ഞാൻ ഇത് കഴിക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി അച്ഛൻ എവിടെ? അച്ഛൻ തീറ്റയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് മേടിക്കൂല ഒന്നും കഴിക്കാൻ. ഇത് ഇപ്പൊ മേടിക്കാറുണ്ടാ? ഇല്ലേ, എനിക്ക് വീഡിയോ എടുക്കാനമ്മ. അമ്മതേ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോണ്. നമ്മുടെ നല്ല ടേസ്റ്റി സാമ്പാർ, ഇതൊക്കെ കൂട്ടി പിടുത്തം പിടിക്കണം. വിശക്കണുണ്ട് ഇപ്പൊ. ഇത് മതിയമ്മ, ഇതാണ് വേണ്ടത്. ഇതാണ്ടാ റംബൂട്ട. ഇതാണ് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. സേതനോട് വീഡിയോ എടുക്കുന്നുണ്ട്, സേതോട് എടുത്തില്ല. ഇത് അനിയത്തിയുടെ സിസ്റ്ററിന്റെ വീട്ടിൽ, എന്റെ സിസ്റ്ററിന്റെ വീട്ടിലുണ്ടായതാട്ടാ. പക്ഷേ എന്താ പറയാ, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷെ കഴിക്കണ വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഇത് നമ്മുടെ കൊറോണ പഴം എന്നാണ് ഇപ്പൊ ചിലവർ ഇതിനെ പറയണത്. കൊറോണ പഴം എന്നാ ആ മോഡൽ ഇല്ലേതാ, അതുകൊണ്ട് ഇപ്പൊ ചിലർ ഇതിനെ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ചക്ക, എന്താ ഇത് ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക. ആഹാ, അത് കൊണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ഒരു ചോള ഞാനെടുത്ത് കഴിച്ചു. പിന്നെ ഇനി ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന പേരക്ക. ഇതൊക്കെ എനിക്ക് പേരക്ക ഇഷ്ടമല്ല. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പേരക്ക. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയാണല്ലേ. പിന്നെ ഇതെന്താ, ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളിതാ കിച്ചൺ ടേൽസ് ബൈ നീതു എന്ന ചാനൽ കണ്ടിട്ടാണ് കേട്ടാ കഴിക്കാൻ വേണ്ടി പോണത്. ഇപ്പൊ അമ്മ ചോറ്, സാമ്പാറ്, മുട്ട വറുത്തത്, ബീട്രൂട്ട് തോരൻ. സൗണ്ട് ഓർക്കാൻ പറഞ്ഞത് മനസ്സിലാവണില്ലേ? കണ്ട വീഡിയോ അല്ലോ ചിരിക്കണ്. ചോറ്, സാമ്പാറ്, മുട്ട വറുത്തത്, ബീട്രൂട്ട് ഉപ്പേരി ആൻഡ് പയറുപ്പേരി. ഒരു വീഡിയോ എടുത്തന്നെ ഞാൻ കഴിക്കണത് എത്ര നേരം ഒരു അച്ഛൻ ചെക്ക് പോലും ചെയ്യൂല. കഴിക്കട്ടെ കേട്ടാ. ഇതും കഴിച്ചിട്ട് ഞങ്ങള് കുറച്ചു നേരം കുഞ്ഞുമാവയുടെ അടുത്തിരുന്നിട്ട് ഞങ്ങൾ പോകും. കുഞ്ഞുമാവന് ഞാൻ ചെയ്യാറുണ്ട്. അടിപൊളി ടേസ്റ്റ്. നെച്ചുവിന് സാമ്പാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്കൂൾ ക്യാൻറ്റീനിലെ സാമ്പാറിന്റെ ടേസ്റ്റ് ഉണ്ട്. അവളങ്ങനെ സാമ്പാർ കഴിക്കാൻ ഇന്ന് അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങള് കുറച്ച് ടെൻഷൻ അടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അതിന് കുറച്ച് ഇതുണ്ടായി. പിന്നെ ലാസ്റ്റ് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ വന്ന വഴിക്കുന്ന പോപ്പീസിലൊക്കെ കയറി. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഡ്രസ്സ് അവിടെ ഇല്ല, അന്ന് മേടിച്ചില്ല. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇതും കൂടി കഴിയുമ്പോൾ ഞങ്ങള് കുറച്ചേരം വീട്ടിൽ പോവും. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചെയ്യുന്നത്, മാക്സിമം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തി, പിന്നെ കുഞ്ഞുമാവേനൊക്കെ അങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരം കിട്ടിയില്ല, അത് എടുത്തില്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നിസ്സാരം ബൈരാഗി വരാം കേട്ടാ. ബൈ. കട്ട് ചെയ്തോ കേട്ടാ.